ഇന്ന് ഞാൻ പറയാൻ പോകുന്ന കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യം തന്നെയായിരിക്കും, അറിയാവുന്ന ഒരു കഥയായിരിക്കും. പക്ഷേ നമ്മൾ വീണ്ടും വീണ്ടും കേൾക്കുമ്പോഴും നമ്മൾ പഠിക്കേണ്ട ഒരു കാര്യം ഈ കഥയിലുണ്ട്. അതുകൊണ്ടാണ് ഇന്ന് ഈ കഥ പറയാൻ പോകുന്നത്. ഈ കഥ ഇടത്തെ കൈയില്ലാത്ത ഒരു കുട്ടിയുടെ കഥയാണ്. അപ്പൊ ഈ കുട്ടി ഇടത്തെ കൈയില്ലാതെ ജനിച്ചപ്പോൾ ആദ്യമൊക്കെ അച്ഛനും അമ്മയ്ക്കും ഒക്കെ ഭയങ്കര വിഷമമായിരുന്നു. ഈ പയ്യനും അതെ, ബാക്കിയുള്ളവരൊക്കെ രണ്ട് കൈയും കൂടെ ജീവിക്കുമ്പോൾ കൈയില്ലാതെ, ഒരു കൈയില്ലാതെ ജീവിക്കുന്നതിന് സങ്കടം ഉണ്ടായിരുന്നു. അങ്ങനെ അച്ഛനും അമ്മയും എന്ത് ചെയ്തെന്ന് വെച്ചാൽ ഈ മോനെ ഒരു ജൂഡോ മാസ്റ്ററുടെ അടുത്ത്, ഒരു ജാപ്പനീസ് മാസ്റ്ററുടെ അടുത്ത് പഠിക്കാനായിട്ട് വിട്ടു. അങ്ങനെ അവൻ ജൂഡോ പഠിക്കാനായി പോയി. അപ്പൊ ഈ മാസ്റ്റർ എന്താ ചെയ്തതെന്ന് വെച്ചാൽ ഇവനെ ഒരു മൂവ് മാത്രമാണ് പഠിപ്പിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെ പഠിപ്പിച്ച് ആ പയ്യൻ അതിൽ ഭയങ്കര എക്സ്പേർട്ടായി. പക്ഷെ അതിന് ആ ഒരു മൂവ് മാത്രമേ അറിയുള്ളൂ. അങ്ങനെ ഒരു ടൂർണമെന്റിന്റെ സമയത്ത്, സ്റ്റേറ്റ് ടൂർണമെന്റിന് ഈ ജാപ്പനീസ് മാസ്റ്റർ അവരെ കൊണ്ട് പോയിട്ട് എന്തുണ്ടായി, ആദ്യത്തെ റൗണ്ട് എത്തി. പയ്യന് ഭയങ്കര പേടിയായി തുടങ്ങി, അച്ഛനും അമ്മയ്ക്കൊക്കെ. കാരണം രണ്ട് കൈയുള്ള ആളാണ് അപ്പുറത്ത് വന്ന് നിൽക്കുന്നത്. എന്ത് ചെയ്യും? ഒന്നും ചെയ്യാൻ പറ്റില്ല. പയ്യൻ ചോദിച്ചു വേണോ, അച്ഛനും അമ്മയും ചോദിച്ചു വേണോ. മാസ്റ്റർ പറഞ്ഞു നീ ധൈര്യമായിട്ട് പൊക്കോളാം. അങ്ങനെ റൗണ്ട് 1 ആയി. റൗണ്ട് 1ന്റെ അവസാനം എല്ലാവരെയും അതിശയിപ്പിച്ചുകൊണ്ട് ഈ പയ്യൻ ജയിച്ചു. റൗണ്ട് 2 എത്തി, റൗണ്ട് 3 എത്തി, റൗണ്ട് 4, പിന്നെ സെമി ഫൈനൽസ് എല്ലാം കഴിഞ്ഞ് ഫൈനൽ റൗണ്ട് വരെ ഈ പയ്യനെത്തി. ഈ രസം എന്താണെന്ന് വെച്ചാൽ ഈ ഫൈനൽ റൗണ്ടിലുള്ളത് 3 തവണ സ്റ്റേറ്റ് ചാമ്പ്യനായ ആളായിരുന്നു. എല്ലാവരും ചോദിച്ചു, ഓർഗനൈസേഴ്സ് വരെ ചോദിച്ചു അവൻ ഗംഭീരമായിട്ട് പെർഫോം ചെയ്തിരുന്നത് വരെ. പക്ഷെ ഇത് റിസ്ക് അല്ലേ, വേണോ? ജാപ്പനീസ് മാസ്റ്റർ പറഞ്ഞു ധൈര്യമായിട്ട് റിസ്ക് എടുക്കുക, ഒരു കുഴപ്പമില്ല, അവൻ പോട്ടെ. അങ്ങനെ ഫൈനൽ റൗണ്ട് എത്തി. തുടങ്ങുമ്പോൾ തന്നെ അപ്പുറത്തുള്ളവൻ എന്ത് ചെയ്തു, അവനെ ഡിവാസ്റ്റേറ്റിംഗ് മൂവ്, ഇവൻ പഠിച്ചിട്ടുള്ള മൂവ് വെച്ച് അവനെ അറ്റാക്ക് ചെയ്തു. പക്ഷെ എല്ലാവരെയും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ഇവന്റെ മൂവ് അവന് അപ്ലൈ ചെയ്തു. ആൻഡ് അവൻ താഴെ വീണു. ഈ ഇടത്ത് കൈയില്ലാത്ത പയ്യൻ വിന്നറായി. ഇതെല്ലാം കഴിഞ്ഞ് കാറ് പോകുന്ന സമയത്ത് ഈ പയ്യൻ മാസ്റ്ററോട് ചോദിച്ചു, സാറേ ഇത് പ്ലാൻ ചെയ്തൊരു പരിപാടിയാണോ? എനിക്ക് ഒരു കൈ ഇല്ലാത്തത് കൊണ്ട് അവരെന്നെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി ചെയ്തതാണോ എന്ന്. മാസ്റ്റർ പറഞ്ഞു അല്ല, അതിന് പ്രധാനപ്പെട്ട ഒരു കാരണമുണ്ട്. നീ പഠിച്ച മൂവ് എന്ന് പറയുന്നത് ജൂഡോയിലെ തന്നെ ഏറ്റവും ഡെഡ്ലി ആയിട്ടുള്ളൊരു മൂവാണ്. ആൻഡ് അതിനെ ഡിഫെൻഡ് ചെയ്യാൻ അപ്പുറത്തുള്ളവർക്ക് ചെയ്യാൻ പറ്റുന്നത് നിന്റെ ഇടത്ത് കൈ പിടിച്ചുകൊണ്ട് അടുപ്പിച്ച് കീഴടക്കുക എന്നുള്ളതാണ്. പക്ഷെ നിനക്ക് ഇടത്ത് കൈ ഇല്ല, അതായിരുന്നു നിന്റെ അഡ്വാൻറ്റേജ് എന്ന്. ചിലപ്പോൾ നമ്മൾ ഈ ജീവിതത്തിൽ ഒരുപാട് കാര്യം അയ്യോ ഇല്ലല്ലോ എന്ന് വിഷമിച്ചുകൊണ്ടിരിക്കും. പക്ഷെ ചില സമയത്ത് our weaknesses can be a real strengths. So turn your weaknesses into your strengths. Thank you.